179 നല്ലൊരു കിഡിലൊരു പ്രോഡക്റ്റാണിത്. ഈ പ്രോഡക്റ്റ് വാങ്ങാനുള്ള ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ വേണ്ടവർ മെസ്സേജ് അയച്ചോളൂ. ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ്. മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. അപ്പൊ തുടങ്ങാം. എമ്പുരാൻ എത്ര കോടിയിൽ എത്തും എന്നാണ് നിങ്ങളുടെ ഒരു കണക്ക് കൂട്ടല്? തിയേറ്ററിനുമാണല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൻ നിസ്സാരക്കാരനല്ലെന്ന്. എമ്പുരാൻ ഏകദേശം പിന്നെ ആന്റണിയുടെയും പ്രതീക്ഷ കവർന്ന് കോടികൾ കളക്ട് ചെയ്യുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. മനോഹരം, ഗംഭീരം. നിങ്ങൾക്കൊരു പ്രതീക്ഷയില്ലേ? ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ഞങ്ങളുടെ എല്ലാ സാമ്പത്തിക ബാധ്യതയും തീർക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. എമ്പുരാൻ സിനിമ തിയേറ്ററുകാരുടെ ഇന്ന് വരെയുള്ള എല്ലാ സാമ്പത്തിക ബാധ്യതയും തീർക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾ. ഇല്ല. കാര്യം ഞങ്ങൾക്ക് മാത്രമല്ല, ഞാനത് ഇന്ന് രാവിലെ നമ്മുടെ ജനറൽ ബോഡിയിൽ പറഞ്ഞു, എമ്പുരാൻ വൻ സക്സസ് ആകണമെന്ന് ഈ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പോലും പ്രാർത്ഥിക്കുക ചെയ്തു. കാര്യം ഞങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയുടെ പിന്നെ ടാക്സ് ബാധ്യതയുണ്ട്. ഇപ്പൊ ഈ എന്റർടൈൻമെന്റ് ടാക്സ് കൊടുക്കാൻ ഒരുപാട് ബാലൻസ് ഉണ്ട്. മലയാളി പൊളിയല്ലേ? അപ്പൊ അവര് തന്നെ പറയുന്നുണ്ട്, എമ്പുരാൻ സക്സസ് ആയെന്നുണ്ടെങ്കിൽ 31-ാം തീയതിക്ക് മുമ്പ് ഈ ടാക്സ് കിട്ടിയാനെ എല്ലാവർക്കും ശമ്പളം കൊടുത്താനെ ബാക്കി കാര്യങ്ങൾ നടന്നത്. സ്വാഭാവികം. എന്നിട്ട് അങ്ങനെ ഓരോ മേഖലയിലുള്ളവരും ക്ഷേമനിധി ബോർഡ് നമ്മുടെ ചെയർമാൻ ശ്രീ മധുബായ് പറയുന്നുണ്ട് എമ്പുരാൻ വൻ സക്സസ് ആകണേന്ന്. കാര്യം അദ്ദേഹത്തിന് കോടിക്കണക്കിന് രൂപ കുടിശ്ശികൊണ്ട് തിയേറ്ററിൽ നിന്ന് കിട്ടുക. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തീർക്കാൻ പറ്റും. എമ്പുരാനോട് വൻ സക്സസ് ആവും എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷ. അതിനുവേണ്ടി ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം. ഞാൻ പോകുന്നു. ബൈ ബൈ. 179 നല്ലൊരു കിഡിലൊരു പ്രോഡക്റ്റാണിത്. ഈ പ്രോഡക്റ്റ് വാങ്ങാനുള്ള ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ വേണ്ടവർ മെസ്സേജ് അയച്ചോളൂ. ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ്.